നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാൽക്കുളങ്ങരയ്ക്കടുത്ത് ചെമ്പകശ്ശേരിയിൽ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് ഉയരുന്നത്. അതിന്റെ ഞെട്ടലാണ് നാട്ടുകാർ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആക്രമി ഷിനിയെ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചുവെന്നാണ് വീട്ടുകാരുടെ മൊഴിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമിക്ക് ഷൈനിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കണം. 2 തവണയാണ് ഈ ഒരു ആക്രമി വീട്ടിൽ കയറി വെടിവെച്ചിരിക്കുന്നത്. എന്താണ് വെടിവെക്കാൻ ഉപയോഗിച്ച ഡിവൈസ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എയർഗൺ ആയിരിക്കാനാണ് സാധ്യത. ഷിനിയുടെ കൈക്ക് ചെറിയ പരിക്കാണുള്ളത്. വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് ശരീരം മുഴുവൻ മറിച്ചാണ് ആക്രമി എത്തിയത്. അതുകൊണ്ട് തന്നെ ആക്രമിയുടെ മുഖവും മറ്റുമൊന്നും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അതൊരു സ്ത്രീയാണെന്ന് വീട്ടുകാർ തറപ്പിച്ചു പറയുകയാണ്. പ്രാഥമിക മൊഴിയിൽ നിന്ന് അക്രമം നടത്തിയത് സ്ത്രീയാണെന്ന് പോലീസും നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാനാകൂവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിന്റെ ഞെട്ടലാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം. ഷിനിയെ ചോദിച്ചാണ് അക്രമി വന്നതെന്ന് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞു. കാരണം ഭർത്താവിന്റെ അച്ഛനാണ് ആദ്യം ഈ അക്രമിയുടെ അടുത്തേക്ക് എത്തിയത്. രാവിലെ ഏകദേശം 8:30 കഴിഞ്ഞാണ് വീട്ടിലെത്തി ബെല്ലടിച്ചത്. ഷിനി തന്നെ ഈ ഒരു ആമസോണിൽ നിന്നാണ് ഈ ഒരു കൊറിയർ ഏറ്റുവാങ്ങി ഒപ്പിടണമെന്ന് നിർബന്ധിച്ചു. പെന്നില്ലെന്നും അവർ പറഞ്ഞു. താൻ അകത്തേക്ക് പോയി പെണ്ണെടുത്ത് വരുന്നതിനിടെയാണ് ഷിനിക്ക് നേരെ ആക്രമം ഉണ്ടായത്. 1 തവണ കയ്യിലും 2 തവണ തറയിലും വെടിയുതിർത്തു. സ്ത്രീ തന്നെയാണ് വന്നത്. ഒത്ത ശരീരമുള്ള സ്ത്രീയാണെന്നാണ് കാഴ്ചയിൽ തോന്നിയതെന്നും ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം വഞ്ചൂർ ചെമ്പകശ്ശേരി സ്വദേശി ഷിനിയാണ് ഇന്ന് രാവിലെ മുഖം മറിച്ചെത്തിയ സ്ത്രീ ആക്രമിച്ചത്. ആക്രമി മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ലെന്നും സ്ത്രീയാണെന്ന് വ്യക്തമായെന്നും ഷിനി പോലീസിനോട് പറഞ്ഞു. NRHM ജീവനക്കാരിയെ ഷിനിക്ക് വലത് കൈക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല എന്നും അറിഞ്ഞിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷിനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത്. ആമസോണിൽ നിന്നുള്ള കൊറിയർ നൽകാനെന്ന പേരിലാണ് മുഖംമൂടി ധരിച്ച ആക്രമി എത്തിയത്. ഷിനിയുടെ ഭർത്തൃപിതാവ് പാഴ്സൽ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ആക്രമി പാഴ്സൽ നൽകിയില്ല. ഷിനി ഇറങ്ങി വന്നപ്പോൾ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു.